ദ ജേർണലിസ്റ്റിലേക്ക് ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാന് നേരെ ഒരു വലിയ ആക്രമണം നടത്തിയത്. ആ ആക്രമണം എന്ന് പറയുന്നത് തന്നെ ഒരു ചതിയിലൂടെയായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും വിസ്മരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ആണവ വിഷയത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായ 3 ചർച്ചകൾ കഴിഞ്ഞ് 4മതൊരു ചർച്ച കൂടി നടത്താനുള്ള സ്ഥലവും തീയതിയും തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ആ ചർച്ചകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരുന്ന ഇറാനിലേക്ക് അതിശക്തമായ ആക്രമണവുമായി അമേരിക്കയും ഇസ്രായേലും കടന്നു ചെല്ലുന്നത്. ഒരു പക്ഷേ ആ ചർച്ചകൾ നടന്നില്ലായിരുന്നുവെങ്കിൽ ആയത്തുള്ള അലി ഖാംനെയി എന്ന ഇറാന്റെ പരമോന്നത നേതാവ് ഉൾപ്പെടെ 40ലധികം പേരെ വധിക്കാൻ ഒരിക്കലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിയുമായിരുന്നില്ല. കാരണം അങ്ങനെയൊരു യുദ്ധം എപ്പോഴും ഇറാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അങ്ങനെയൊരു യുദ്ധം ഉണ്ടാകില്ല എന്ന പ്രതീതി സൃഷ്ടിച്ച് ഇറാനെ തന്ത്രപരമായി ചർച്ചകളിലേക്ക് കൊണ്ടുവന്ന് ഒടുവിൽ ചതിയിലൂടെ ആയത്തുള്ള അലി ഖാംനെയി ഉൾപ്പെടെയുള്ള ഉന്നതരെ കൊന്നു തള്ളാനുള്ള ഗൂഢപദ്ധതിയായിരുന്നു അമേരിക്കയും ഇസ്രായേലും അന്ന് നടപ്പാക്കിയത്. പക്ഷേ അതിലൂടെ ഇറാനെ എന്നേക്കുമായി ഇല്ലാതാക്കാമെന്നും ഇറാനെ തറപറ്റിക്കാമെന്നും ഇറാനിൽ തങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഭരണകൂടത്തെ കൊണ്ടുവരാമെന്നും ഒക്കെയുള്ള ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഗൂഢപദ്ധതി ഇറാൻ പിന്നീട് അങ്ങോട്ട് പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് ലോകം മുഴുവൻ അമ്പരപ്പോടെ കണ്ടത്. അത്രയും നാൾ വരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യം, ആയുധപരമായി ഒന്നും തന്നെ ഇല്ലാത്തൊരു രാജ്യം, സെക്കൻഡ് ഹാൻഡ് ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രാജ്യം എന്നൊക്കെ നിലയിൽ ഇറാനെ ഇകഴ്ത്തിക്കണ്ടിരുന്ന, വില കുറച്ച് കണ്ടിരുന്ന സകലരും ഇറാന്റെ പിന്നീട് അങ്ങോട്ടുള്ള അതിശക്തമായ പ്രത്യാക്രമണം കണ്ട് അക്ഷരാർത്ഥത്തിൽ നടുങ്ങി വിറയ്ക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഏതാണ്ട് 3 മാസങ്ങൾ കഴിയുമ്പോഴേക്കും തിരക്കു പിടിച്ച് ഒരു വെടിനിർത്തൽ കരാറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുന്നത്. ഇറാന്റെ തിരിച്ചടി അത്രമേൽ ശക്തമായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിന്നു കത്തുകയായിരുന്നു. ഇസ്രായേൽ നഗരങ്ങൾ പോലും ഇറാന്റെ ആക്രമണത്തിൽ, കനത്ത ആക്രമണത്തിൽ നിന്ന് വിറച്ച് തകർന്നടിഞ്ഞു. പക്ഷേ അമേരിക്കയോ ഇസ്രായേലോ ഇന്ന് വരെ യഥാർത്ഥത്തിൽ ഇറാന്റെ ആക്രമണത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ തീവ്രത എത്രത്തോളമാണ് എന്ന് ലോകത്തോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും ഒരു കുഴപ്പവുമില്ലാതിരിക്കുന്നു എന്ന തെറ്റിദ്ധാരണ പലരും നമുക്കിടയിൽ പടർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഇറാന്റെ അതിശക്തമായ ആക്രമണങ്ങളിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും ഒപ്പം ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട പല പ്രദേശങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിലേക്ക് അമേരിക്ക ഇസ്രായേലിനെ പോലും തള്ളിപ്പറഞ്ഞ് വരില്ലായിരുന്നു. എന്ന് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് പരിപൂർണമായി കയ്യിലെടുക്കുന്ന വിധത്തിൽ ഇറാൻ അവിടെ വലിയ നിയന്ത്രണം ഉണ്ടാക്കിയപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിലുള്ള വിലക്കയറ്റമാണ് ക്രൂഡ് ഓയിലിനുണ്ടായത്. കപ്പൽ ചരക്ക് ഗതാഗതത്തിന്റെ ഏതാണ്ട് 30% മുടങ്ങി. എണ്ണവില ഇന്ത്യയിലടക്കം കുതിച്ചുയർന്നത് നമ്മൾ കണ്ടതാണ്. ഓഹരി വിപണി ഇടിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായതാണ്. പണപ്പെരുപ്പം അതിശക്തമായി ഉയരുന്ന സാഹചര്യമുണ്ടായി. പശ്ചിമേഷ്യ നിശ്ചലമാകുന്ന ഘട്ടത്തിലേക്ക് എത്തി. അതായത് ഇറാൻ ഈ ലോകത്തിന് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജൂൺ 13, 14 തീയതികളിൽ ഒരു കരാറിൽ ഒപ്പുവെക്കാൻ അമേരിക്ക തയ്യാറായത് എന്ന് ചുരുക്കം. ആ കരാർ പൂർണ്ണമായും ഇറാന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതായിരുന്നു. ഇറാന്റെ ഹോർമൂസിലെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു. ഒപ്പം ഇറാന് ഇതുവരെയുള്ള ഉപരോധങ്ങൾ നീങ്ങുന്ന വിധത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ വാണിജ്യ ഇടപെടലുകൾ നടത്താൻ കെൽപ്പുള്ളതായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഓഫറുകൾ നൽകിക്കൊണ്ടാണ് ഇറാനെ കൊണ്ട് ഹോർമൂസ് അമേരിക്ക തുറപ്പിച്ചത്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? ഹോർമൂസിലൂടെ നിരവധി കപ്പലുകൾ, ഏതാണ്ട് കെട്ടിക്കിടന്ന കപ്പലുകളുടെ പകുതിയിലധികം അതിവേഗത്തിൽ ഹോർമൂസ് കടന്ന് ലക്ഷ്യത്തിലേക്ക് കുതിച്ചു. ഇതോടുകൂടി ട്രംപ് പൊടുന്നനെ നിലപാട് മാറ്റി ചതിയിലൂടെ ഇറാന് നേരെ വീണ്ടും ആക്രമണം ശക്തമാക്കി. അതിനുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ബഹ്റൈനിലേക്കും ഖത്തറിലേക്കും ഒക്കെ വലിയ ആക്രമണങ്ങൾ ഇറാൻ നടത്തി എന്നാണ് അവരുടെ അവകാശവാദം. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തുടർച്ചയായ 48 മണിക്കൂറിനിടയിൽ വലിയ ആക്രമണങ്ങൾ നടന്നു. ഇനിയും ഗൾഫ് മേഖലയിലേക്ക് നിരന്തരമായ ആക്രമണം ഇറാൻ നടത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അമേരിക്ക ഇറാന് നേരെ വീണ്ടും ആക്രമണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് ചുരുക്കം. ഇത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ഗൾഫ് മേഖലയെയാണ്, പ്രവാസികളെയാണ്. നമുക്കറിയാം, ഇന്നലെ
അമേരിക്ക ഇറാന്റെ ബുഷഹർ ആണവ നിലയത്തിന് നേരെ ഒരു ആക്രമണം നടത്തി. ഏറെ നാൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്കോ എണ്ണപ്പാടങ്ങളിലേക്കോ എണ്ണ സംഭരണശാലകളിലേക്കോ ഒന്നും അമേരിക്ക ആക്രമണങ്ങൾ നടത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ അതിന് ശ്രമിച്ചപ്പോൾ അവരെ വിലക്കുകയും ചെയ്തിരുന്നു. കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇറാൻ തത്തുല്യമായ രീതിയിൽ ഗൾഫ് മേഖലയിലേക്ക് തിരിച്ചടിക്കും. അത് അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ മേഖലയിലൊക്കെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇത്രയും നാൾ അമേരിക്ക കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹോർമൂസ് തുറക്കുകയും ഇപ്പോൾ ഹോർമൂസിലെ എണ്ണക്കപ്പലുകൾക്ക് നേരെയൊക്കെ നിരന്തരമായി ഇറാൻ ആക്രമിക്കുമെന്നുള്ള ഭീതിയുള്ളത് കൊണ്ടാണ് അമേരിക്ക ഇറാന്റെ തന്ത്രപ്രധാനമായ ഇത്തരം ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഹോർമൂസിലൂടെ കപ്പലുകൾ കുറേയധികം പോയി കഴിഞ്ഞപ്പോൾ അമേരിക്ക വീണ്ടും ഇസ്രായേൽ പറഞ്ഞതിനനുസരിച്ച്, അതായത് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ ആക്രമണം നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ തത്തുല്യമായ തിരിച്ചടി ഗൾഫ് മേഖലയിലേക്ക് വരുമ്പോൾ അവിടുത്തെ എണ്ണപ്പാടങ്ങളിലേക്കും എണ്ണ സംഭരണശാലകളിലേക്കും പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കുമൊക്കെ സൗഹൃദം മറന്നുകൊണ്ട് ഇറാൻ ആക്രമിക്കുമോ എന്നുള്ള ഭീതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ചില ആക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സൗദി അറേബ്യയും UAEയും ഇറാൻ ബോധപൂർവം ഉപദ്രവിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. ഈ സമീപകാലത്ത് ആക്രമണങ്ങൾ നടത്തിയപ്പോൾ സൗദിയിലേക്കും UAEയിലേക്കും കാര്യമായ ആക്രമണങ്ങൾ നടത്താതെ ഖത്തറിലേക്കും ബഹ്റൈനിലേക്കുമൊക്കെയാണ് ഇറാൻ കൂടുതലായി ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് മലയാളികൾ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കാൻ പോകുന്നത്, പ്രവാസികൾ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ഇറാന്റെ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുമെന്ന് കൂടി പറയേണ്ടതുണ്ട്. കാരണം ഇറാനിൽ അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിയുന്നത് വരെ ഇറാൻ കടിച്ചു പിടിച്ചു നിൽക്കുകയായിരുന്നു, ക്ഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു. ജനകോടികൾ രക്തസാക്ഷിത്വം വരിച്ച ആയത്തുള്ള അലി ഖാംനെയുടെ മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഇനി അങ്ങോട്ട് പ്രതികാരം ചെയ്യണമെന്ന വാശിയിൽ, രോഷത്തിൽ തന്നെയാണ് ഇറാനിലെ ജനങ്ങളും ഭരണകൂടവും ഉള്ളത്. അതുകൊണ്ട് ഇനി ആക്രമണം ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്ക ഇനിയും ഇറാനെ പ്രകോപിപ്പിച്ചാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ തിരിച്ചടി ഗൾഫ് മേഖലയിലേക്ക് ഉൾപ്പെടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഈ സമയമെന്ന് പറയുന്നത്, 5 മാസം പിന്നിട്ട ഈ യുദ്ധത്തിൽ ഇനി വരാൻ പോകുന്ന സമയമെന്ന് പറയുന്നത് ഏറെ നിർണായകമാണ്. കാരണം ഗൾഫിൽ മാത്രമല്ല, യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇനി അവധിക്കാലമാണ്. അവധിക്കാലം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2 മാസമുള്ള വേനലവധി. ഈ വേനലവധിക്കാലത്താണ് പ്രവാസി ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. അമേരിക്കയിൽ ജൂൺ പകുതിയോടുകൂടി അവധി ആരംഭിച്ചു. ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ജൂലൈ പകുതിയോടെയാണ് അവധി തുടങ്ങുന്നത്. ഗൾഫ് രാജ്യങ്ങളിലും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അവധി ആരംഭിക്കുകയാണ്. ഇങ്ങനെ അവധിക്ക് വേണ്ടി മലയാളികളടങ്ങുന്ന പ്രവാസികൾ കൂട്ടത്തോടെ, കുട്ടികളും കുടുംബവും ഒക്കെയായി നാട്ടിലേക്ക് വരുന്ന സമയമാണ്. ജൂലൈയിൽ ഇങ്ങോട്ട് വന്ന് ഓഗസ്റ്റ് ഒടുവിൽ തിരിച്ചു പോകുന്ന തരത്തിലാണ് അവധിക്കാലം പ്ലാൻ ഇടുന്നത്. ഈ കാലയളവിലാണ് വിമാന കമ്പനികൾ ഏറ്റവും അധികം ലാഭമുണ്ടാക്കുന്നത്. ഈ സമയങ്ങളിൽ വിമാനക്കൂലി സാധാരണ നിരക്കിന്റെ പല ഇരട്ടിയായി വർദ്ധിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ എമിറേറ്റ്സിന്റെയൊക്കെ ബിസിനസ് ക്ലാസ്സിലെ നിരക്ക് ഇപ്പോൾ ഏതാണ്ട് 4.5 മുതൽ 5 ലക്ഷം രൂപ വരെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ടിക്കറ്റ് നിരക്കൊക്കെ ഉയർന്നു നിൽക്കുന്നു. ആളുകൾ നാട്ടിലേക്ക് അവധി ആഘോഷിക്കാൻ വരുന്നു. ഈ വന്നവർ തിരിച്ചു പോകാനുള്ള സമയവും അടുത്ത മാസമാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഈ യുദ്ധം പ്രവാസികളെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ആശങ്കയും ദുരിതവുമാണ് സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഭാഗത്തു നിന്ന് ശക്തമായ തിരിച്ചടിക്ക് അവർ തയ്യാറെടുക്കുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞു. ഗൾഫ് മേഖലയിലേക്ക് വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഭീതി പരന്നു കഴിഞ്ഞു. ഗൾഫ് മേഖലയെ വീണ്ടും വലിയൊരു ദുരന്തത്തിലേക്ക് തള്ളിവിടുമോ ഈ യുദ്ധം എന്ന ആശങ്ക ഉയർന്നു കഴിഞ്ഞു. ഹോർമൂസ് കടലെടുക്കും, ബാബൽ മന്ദബ് കടലെടുക്കും, കൂടുതൽ കടലെടുക്കുകൾ അടച്ചുകൊണ്ട് ശക്തമായി അമേരിക്കയ്ക്കെതിരെ നിലപാടെടുക്കുകയാണ് ഇറാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഗുരുതരമായ പ്രതിസന്ധി ഭീഷണി അവിടെയുണ്ട്. അപ്പോഴാണ് ഈ പറയുന്ന യുദ്ധം രൂക്ഷമാകുമ്പോൾ ഈ ആകാശ മേഖല അടഞ്ഞുകിടക്കുകയും പ്രവാസികൾക്ക് നാട്ടിൽ വരാനോ ഇനി വന്നവർക്ക് തിരിച്ചു പോകാനോ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമോ എന്ന ഭീതി വ്യാപകമാവുകയും ചെയ്യുന്നത്. അതായത് പശ്ചിമേഷ്യയിൽ യുദ്ധാന്തരീക്ഷം നിലനിൽക്കുമ്പോൾ വിമാനങ്ങൾ സ്വതന്ത്രമായി ആകാശത്തു കൂടി സഞ്ചരിക്കുന്നതിന് വലിയ തടസ്സങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഇറാൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക്, ഗൾഫ് മേഖലയിലേക്ക് ബോംബിടുന്നു. അതുപോലെ തന്നെ അമേരിക്ക ഇറാനിലേക്ക് ബോംബുകളും മിസൈലുകളും ഒക്കെ അയക്കുന്നു. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ പോകുന്നത് ഈ വിമാനങ്ങൾക്കിടയിലൂടെയാണ്. ആ സമയത്ത് വിമാനങ്ങൾ ആകാശത്തുണ്ടെങ്കിൽ ആ സമീപ മേഖലകളിലൂടെയൊക്കെ തന്നെയാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് വ്യോമപാതകൾ അടയ്ക്കുന്ന സാഹചര്യം തുടർച്ചയായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് യുദ്ധം ഒരുപക്ഷെ പ്രകോപനപരമായ സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ ആശങ്കാകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബഹ്റൈൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗൾഫ് എയറിൻ്റെ പ്രവർത്തനം പോലും അനിശ്ചിതത്വത്തിലാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബഹ്റൈൻ ആക്രമിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഗൾഫ് എയർ മുടങ്ങും എന്ന് ആശങ്ക ഉയരുന്നുണ്ട്.
കുവൈറ്റ് എയർലൈൻസ് പൂർണ്ണമായും അവരുടെ സമ്മർ ഷെഡ്യൂൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. കുവൈറ്റിലൂടെ യാത്ര സാധ്യമല്ലാത്ത സാഹചര്യം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഖത്തർ എയർവേസിനെയും എമിറേറ്റ്സിനെയും എത്തിഹാദിനെയും ഇത് ബാധിച്ചാൽ ഇത് ഗുരുതര വിഷയമായി മാറും. ഈ പറയുന്നത് യുദ്ധം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണങ്ങൾ കടുക്കാൻ സാധ്യതയുണ്ട്. ആ ഘട്ടത്തിൽ ഉണ്ടായേക്കാവുന്ന ഒരു ഗുരുതര പ്രതിസന്ധി എന്ന നിലയിലാണ് ഈ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ തകർച്ച കൂടി അമേരിക്ക ഈ പ്രകോപനത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് വലിയ സമ്മർദ്ദങ്ങൾ നിലനിൽക്കുമ്പോഴും അമേരിക്ക ഈ കരാറ് തന്നെ എടുത്ത് കീറിക്കളഞ്ഞ് ഇറാനെതിരെ ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ തങ്ങളല്ല എന്ന് ഇറാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ അത് തങ്ങളാണ് എന്ന് ഇറാൻ പറയാത്ത സാഹചര്യത്തിൽ, അതാണ് ശരി, ഇറാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത സാഹചര്യത്തിലും അമേരിക്ക ഇറാനെ പഴിച്ചുകൊണ്ട് ആക്രമണം നടത്തുമ്പോൾ അതിൽ എന്തൊക്കെയോ ഗുരുതരമായ ഗൂഢാലോചനയില്ലേ എന്ന സംശയവും രൂക്ഷമാണ്. എന്തായാലും ഇറാൻ പരമാവധി അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ അടിച്ച് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും അതൊന്നും എങ്ങും എത്താത്ത സാഹചര്യമുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. യുദ്ധം രൂക്ഷമായാൽ പ്രവാസികളെയും ഗൾഫ് മേഖലയെയും അത് ഗുരുതരമായി ബാധിക്കും. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നു, ബാബൽ മന്ദബ് കടലിടുക്ക് അടയ്ക്കുന്നു. അങ്ങനെ കടുത്ത നടപടികളിലേക്ക് ഇറാൻ നീങ്ങുകയാണെങ്കിൽ അത് ഗൾഫ് മേഖലയ്ക്കും പ്രവാസി ഇന്ത്യക്കാർക്കുമൊക്കെ ഗുരുതരമായ പ്രത്യാഘാതമാകും ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.